പാർലമെന്റ് സമ്മേളനത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ മണ്ഡല പുനർനിർണയ ബില്ലിൽ അനിശ്ചിതത്വമാണ്. DMK നിലപാടാണ് ബില്ലിൽ ഇനി നിർണായകം. പിന്തുണ തേടി BJPയും പ്രതിപക്ഷ പാർട്ടികളും DMKയെ സമീപിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ വിഷയാധിഷ്ഠിത നിലപാട് സ്വീകരിക്കാനാണ് DMK എംപിമാരുടെ യോഗത്തിൽ MK സ്റ്റാലിൻ നൽകിയ നിർദ്ദേശം. ബജറ്റ് സമ്മേളനത്തിൽ ബില്ലിനെ എതിർത്തിരുന്ന DMK പിന്നീട് ഇന്ത്യ സഖ്യം വിട്ടതോടെയാണ് പ്രതിപക്ഷം ആശങ്കയിലായത്. DMKയ്ക്ക് ലോക്സഭയിൽ 22 എംപിമാരുണ്ട്. നോബൽ മരിക്കാരൻ തുടരുന്നുണ്ട്. നോബൽ, ഇതിലിപ്പോൾ നിർണായകമാകുന്നത് DMKയുടെ നിലപാടാണ്. തീർച്ചയായും DMK ഇതിലെന്ത് നിലപാടെടുക്കുന്ന അനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. DMKക്ക് 22 എംപിമാരാണുള്ളത്. ഈ എംപിമാർ ഒപ്പമില്ലെങ്കിൽ ഒരു കാരണവശാലും ബില്ലുകളൊന്നും ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഒന്നും സഭയിൽ വിജയിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. നിലവിലത്തെ അംഗബലം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് പക്ഷത്തെ പിളർത്തിയിരുന്നു. അങ്ങനെ എംപിമാരെ കൂടെ കൂട്ടിയെങ്കിൽ പോലും ഇപ്പോഴും 360 എന്ന് പറയുന്ന ഈ 2/3 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും കഴിയില്ല. DMKയുടെ 22 എംപിമാർ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനങ്ങനെ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇന്ത്യ സഖ്യവുമായി നിലവിൽ DMK അകലത്തിലാണുള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വിജയുടെ TVK സർക്കാരിനൊപ്പം കോൺഗ്രസ് പോയതിന് പിന്നാലെയാണ് ആ സഖ്യത്തിൽ വലിയ വിള്ളൽ ഉണ്ടായത്. പിന്നെ CPMും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും BJയ്ക്കൊപ്പം സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലമുണ്ട്. അതാണെങ്കിലും നിലവിൽ BJP നിരന്തരം DMKയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയും DMK അവർക്കൊപ്പം എത്തിക്കുക, പ്രത്യേകിച്ച് ഈ ബില്ലുകളിൽ അനുകൂലിച്ച് വോട്ട് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ എംപിമാർ സഭയിൽ എത്താത്ത നടപടി സ്വീകരിക്കുകയൊക്കെ വേണം എന്നാണ് ഇപ്പോൾ ഇതിൽ BJPയുടെ ഒരു ആവശ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബില്ലുകൾ, പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവർക്ക് പാസ്സാക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ളൂ. അതുകൊണ്ട് തന്നെ DMK എടുക്കുന്ന നിലപാട് ഏറ്റവും നിർണായകമായിരിക്കും. നിലവിൽ MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു എംപിമാർക്ക് തീരുമാനമെടുക്കാന്നൊക്കെ പറയുമ്പോഴും അതിലൊരു അന്തിമ തീരുമാനത്തേക്ക് പാർട്ടി ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇന്നും നാളെയും ദില്ലിയിൽ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ചർച്ചകളിലായിരിക്കും ഒരുപക്ഷേ DMK ഇതിലൊരു നിലപാട് പറയുക. അതേസമയം DMK ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാക്കൾ DMK നേതൃത്വം പ്രത്യേകിച്ച് MK സ്റ്റാലിൻ അടക്കമുള്ളവരുമായി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ സംസാരിക്കാനുള്ള സാധ്യതയും എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയുക. നാളെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ മുന്നോടിയായി വിളിച്ചിരിക്കുന്ന സർവകക്ഷി യോഗം നടക്കുന്നത്. ഈ സർവകക്ഷി യോഗത്തിൽ DMK എടുക്കുന്ന നിലപാടും എന്താണെങ്കിലും ഏറെ നിർണായകമായിരിക്കും. ശ്രുതി.